ഹലോ കൂട്ടുകാരെ, എന്തെങ്കിലും വിഷയങ്ങൾ. അപ്പോൾ കുറച്ച് പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടി പൈനാപ്പിൾ ഒന്ന് കട്ട് ചെയ്യുമായിരുന്നേ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് പുളിശ്ശേരി ഉണ്ടാക്കിയത്. പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞതും പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കാൻ വെച്ചു. പിന്നെ ഈ പൂവ് എല്ലാവർക്കും അറിയാമല്ലോ, അഗസ്തി പൂവോ അകത്തിയോ നമുക്കൊക്കെ പറയാം. അതിൻ്റെ വെള്ള കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറൊരു കളറും കൂടി ഉണ്ടല്ലോ. അപ്പോൾ അതൊന്ന് അരിഞ്ഞെടുത്തു. അതിൻ്റെ നടുക്കത്തെ ആ നാര് പോലുള്ള സാധനമൊക്കെ മാറ്റി. അപ്പോൾ അതിങ്ങനെ മാറ്റുമ്പോൾ കുറച്ച് ചെറിയ പുഴു പോലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നല്ലപോലൊക്കെ ഒന്ന് കഴുകിയിട്ട് ഒന്ന് നമുക്ക് തോരൻ വെക്കാനായിട്ട് വേണ്ട സവാള ഒന്ന് വാട്ടിയിട്ട് ഇതും കൂടി ഇട്ട് അരപ്പും കൂടെ ചേർത്ത് അങ്ങ് മൂടി വയ്ക്കാം. എന്ന് വെച്ചാൽ ഒന്ന് ആവി കയറുമ്പോൾ തന്നെ അത് ആവും കേട്ടോ. അപ്പോൾ അരപ്പും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ പുളിശ്ശേരിക്കുള്ള പൈനാപ്പിളൊക്കെ വെന്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിനുള്ള അരപ്പൊക്കെ റെഡിയാക്കി അതും ചേർത്തിട്ട് തൈര് ഒഴിച്ച് നമുക്കൊന്ന് കടുക് താളിച്ചൊഴിക്കുമ്പോഴേക്കും പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് കുറച്ച് മുളക് പൊടിയും ഉണക്കമുളകൊക്കെ ഇട്ടിട്ട് കടുക് താളിച്ചപ്പോഴത്തേക്ക് നമ്മുടെ പുളിശ്ശേരി ആയിട്ടുണ്ട്. പിന്നെ തോരനായിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് മറന്നും പോയി. ഇത് നമ്മുടെ സുന്ദരിമണികളാണ് കേട്ടോ. പിന്നെന്തുമായിരുന്നു വൈകിട്ടത്തേക്ക്. അപ്പോൾ ഇന്ന് ഓട്സ് ദോശയാണ് എല്ലാം കഴിക്കാനായിട്ട് വൈകിട്ടത്തെ എല്ലാവർക്കും അല്ല, അച്ഛനും ഏട്ടനെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.